ഇതെന്താ ഇവിടെ പരിപാടി എന്നാണോ? നമ്മൾ പള്ളികളിലും വീടുകളിലൊക്കെ കാണുന്ന രൂപങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നിർമ്മിക്കുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. വേറൊന്നിനുമല്ല, ഞങ്ങളുടെ വീട്ടിലേക്കൊരു രൂപക്കൂട് വാങ്ങാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഞങ്ങൾ വന്ന ടൈമിൽ ഈ ഒരു ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അതിന് പുറത്ത് വെച്ചിരിക്കുന്ന രൂപങ്ങളൊക്കെയാണ് കേട്ടോ ഇത് അവരിങ്ങനെ ചെയ്ത് പകുതിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് പെയിൻ്റൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലുള്ള ഒരു ഷോപ്പിൽ വരുന്നതും ഇതൊക്കെ കാണുന്നതും. നോക്കി, ഒരു വലിയ ഡൈനോസർ അവിടെ. പിന്നെ നമ്മുടെ കർത്താവിനും മാതാവിനൊക്കെ കൂട്ടായിട്ട് കുറേ ആനകൾ അവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയേ, എത്ര പെർഫെക്റ്റ് ആയിട്ടാണല്ലോ ഇവരിത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സദീഖും മാവറും ആണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഓരോ രൂപങ്ങൾ പോയി തൊട്ട് നോക്കലും കൊട്ടി നോക്കലൊക്കെ ആയിരുന്നു. ഞാൻ ഒരു കടക്കിനാണ് പിടിച്ചു വലിച്ച് കൊണ്ടുവന്നത്. വല്ലതും വീട് പൊട്ടിയാൽ പിന്നെ തീർന്നില്ലേ. എൻ്റെ ബാക്കിൽ നോക്കി, ഇതൊരു പോത്തല്ലേ അല്ലെങ്കിൽ കാളയാണോ? എന്തായാലും കുറച്ചു നേരമൊക്കെ അവിടെ കറങ്ങി നടന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഭാഗ്യത്തിന് ഷോപ്പൊക്കെ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന രൂപങ്ങൾ. കണ്ടോ, ആ മാതാവിനെയൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. ഇവിടെ അപ്പോൾ ഫോട്ടോ ഫ്രെയിമും രൂപങ്ങളും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ കർത്താവിൻ്റെയും മാതാവിൻ്റെയും യോസേപ്പിതാവിൻ്റെയും രൂപങ്ങളും രൂപക്കൂടും വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൊത്തത്തിലൊക്കെ ഇതൊന്ന് നോക്കി. ശരിക്കും ഈ ഒരു ഷോപ്പിൽ വന്നപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചു തുടങ്ങിയത്, ഈ രൂപങ്ങളിലൊക്കെ തന്നെ എത്ര കളറിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഗോൾഡൻ കളറും ഐവറി കളറും വൈറ്റ് കളറും പിന്നെ പല കളർ മിക്സ് ആയിട്ട് കണ്ടില്ലേ. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങളൊരു രൂപക്കൂട് വാങ്ങിച്ചു, വീട്ടിൽ വെച്ചു. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ രൂപക്കൂട് കണ്ടോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.